കാസർഗോഡ് മഞ്ചേശ്വരം വാമഞ്ചൂരിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് പരിക്കേറ്റ അച്ഛനും മകനുമടക്കം 3 പേർ മരിച്ചു. പൈവളികെ ബായിക്കട്ട സ്വദേശികളാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന കർണാടക ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ ഗുരുതര പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ പാറയ്ക്കൽ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് അപകടം സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് NH-66 കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കുള്ള ദേശീയപാതയാണ്. മംഗലാപുരത്തേക്ക് പോകുന്ന ദേശീയപാതയാണ്. അവിടെ നിന്നാണ് ഈ കാസർഗോഡ് ഭാഗത്ത് നിന്ന് മംഗലാപുരം ഭാഗത്തേക്കാണ് ഈ വാഹനം ഇന്നലെ രാത്രി വന്നിരുന്നത്. ഇവിടെ ഈ NH-ന്റെ പണി നടക്കുന്ന സ്ഥലത്ത് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പഴയ റോഡിൻ്റെ പുഴയുടെ കൈവരിയുമുണ്ട്. കൈവരിയിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനത്തിന് അമിത വേഗതയുണ്ടായിരുന്നു. ഈ കൈവരി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു അപകടമാണ്. ഈ അപകടത്തിൽ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറി തെറിച്ച നിലയിലാണ്. ടയർ, അതുപോലെ തന്നെ ബോണറ്റ്, റേഡിയേറ്റർ എല്ലാം ചിന്നിച്ചിതറി പാലത്തിൻ്റെ പല ഭാഗത്തും തെറിച്ച നിലയിലാണ്. 50 മീറ്ററോളം ഈ വാഹനം നിരങ്ങി മുന്നോട്ട് പോയിട്ടുണ്ട്. വാഹനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഈ 3 പേരും തെറിച്ചു വീണു. ജനാർദ്ദന, മകൻ അരുൺ, അതുപോലെ കൃഷ്ണകുമാർ, മംഗലാപുരം സ്വദേശി കൃഷ്ണകുമാർ, ഇവർ തെറിച്ചു വീണു എന്ന് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഒപ്പം കർണാടക ഉപ്പിലങ്ങാടി സ്വദേശി രത്തൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മംഗലാപുരത്തെ ആശുപത്രിയിലാണ് രത്തൻ ചികിത്സയിലുള്ളത്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇനി വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യം ഇന്നിപ്പോൾ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും പരിശോധന നടത്തും. മൃതദേഹം മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയിലാണ്. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഉന്മേഷ്, ശരി. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.